കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി നൽകി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ഹസൻ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ചയുണ്ടായിട്ടില്ല. ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ഉപകരണം തൻ്റേതല്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ മറുപടി നൽകി. സർവീസ് ചട്ടലംഘനത്തിന് അദ്ദേഹം ക്ഷമാപണവും രേഖപ്പെടുത്തി. MG പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരം. MG, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. മെഡിക്കൽ കോളേജിലെ ഉപകരണ പ്രതിസന്ധി സാമൂഹ്യ മാധ്യമം വഴി തുറന്നു പറഞ്ഞതിനാണ് ഡോക്ടർ ഹാരിസ് ഹസന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിനാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് ഈ ആരോപണങ്ങൾ എല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. ഈ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങിയതിൽ തനിക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നതാണ് ഡോക്ടർ ഹാരിസ് ഹസൻ വിശദീകരണമായി നൽകിയത്. ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ ഉപകരണം ഇല്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ മുടങ്ങിയെന്ന് ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞ അതേ ദിവസത്തിന്റെ പിറ്റേ ദിവസം അതേ ഉപകരണം വെച്ച് മറ്റൊരു ശസ്ത്രക്രിയ നടന്നുവെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. അതിന് അദ്ദേഹം നൽകിയ വിശദീകരണം, അത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ സ്വന്തം പണം മുടക്കി വാങ്ങിയ ഉപകരണമാണ്. ആ ഉപകരണം തനിക്ക് ചോദിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഒപ്പം ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉപകരണ പ്രതിസന്ധി 2 തവണ രേഖാമൂലം അധികാരികളെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വീഴ്ചയും തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം ഉണ്ടായി എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. സർക്കാരിനെ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിനെ ഉൾപ്പെടെ ബുദ്ധിമുട്ടിലാക്കി തൻ്റെ ഭാഗത്തു നിന്ന് പെരുമാറ്റച്ചട്ടം ലംഘനം ഉണ്ടായതിൻ്റെ പേരിൽ താൻ ക്ഷമാപണം നടത്തുന്നു എന്നുകൂടി ആ വിശദീകരണത്തിൽ ഡോക്ടർ ഹാരിസ് ഹസൻ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ തുടർ നടപടി സ്വീകരിക്കേണ്ടത് ആരോഗ്യ വകുപ്പാണ്. പക്ഷേ നേരത്തെ ഉണ്ടായ സമവായ പ്രകാരം ഡോക്ടർ ഹാരിസിനെതിരെ തുടർ നടപടി ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ വിശദീകരണത്തോടു കൂടി തന്നെ ഈ വിവാദം അവസാനിപ്പിക്കാനായിരിക്കും ആരോഗ്യ വകുപ്പിന്റെയും തീരുമാനം. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.